BJP നേതാവ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ കൂടി ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് വളരെ ഞെട്ടലോടെ നമ്മൾ കേട്ട വാർത്തയാണ് നിയമവിദ്യാർത്ഥിനി പെരുമ്പാവൂരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം. ഹൈക്കോടതി വധശിക്ഷ വിധിക്കുന്നു. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴാണ്, വധശിക്ഷയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. പ്രതിയുടെ മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജയിൽ കാലയളവിലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായ ഒരു നടപടി എന്നുള്ള നിലയിലാണോ ഇതിനെ കാണുന്നത് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ? അത് സ്വാഭാവികമായ ഒരു നടപടി മാത്രമായിട്ടാണ് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും ഹീനമായ ഒരു കൊലപാതകം അതാണ് പെരുമ്പാവൂർ ജിഷയുടെ കാര്യത്തിൽ സംഭവിച്ചത്. നമ്മളെല്ലാവരും ആ സമയത്ത് തന്നെ സംസാരിച്ചിരുന്നു, ഇത്രയ്ക്കും നീചമായിട്ടൊരു കൊലപാതകം നമ്മൾക്കൊന്നും ഊഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം, ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം അത്രയും ഹീനമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് നടന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതില് ആ കൊലപാതകത്തിന്റെ ഉടമ എന്ന് അവകാശപ്പെടുന്ന ഈ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ഈ പ്രതിക്ക് സുപ്രീം കോടതി വധശിക്ഷ സ്റ്റേ ചെയ്തു എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള ഒരു ഉത്തരവ് മാത്രമാണ്. അല്ലാതെ സുപ്രീം കോടതിയിൽ നിന്ന് വേറെന്തെങ്കിലും ഇളവ് ലഭിക്കും എന്ന് കരുതാൻ മാത്രം അങ്ങനെ കരുതാനുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് എന്റെ നിഗമനം. അല്ലെങ്കിൽ പൊതുസമൂഹം വിലയിരുത്തുന്നത് അങ്ങനെയായിരിക്കും. കാരണം തെളിവുകളുടെ അഭാവമൊന്നും അവിടെ കാണപ്പെട്ടിട്ടില്ല. ഇപ്പൊ നിലവിൽ ആ ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയുടെ അടിസ്ഥാനത്തിൽ അത് വിധി വരാനിരിക്കെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റേ ഓർഡർ ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും ഹീനമായ ഈ കൊലപാതകം, ആ പ്രതിക്ക് ഏറ്റവും പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ലഭിക്കണമെന്ന് ഭരണകൂടത്തിനും ഒപ്പം അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കും ഒക്കെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. തെളിവുകളെല്ലാം ശേഖരിക്കാവുന്നതൊക്കെ ശേഖരിച്ചാണ് കേസ് മുന്നോട്ട് പോയത്. ഒരുപാട് ഊഹാപോഹങ്ങൾ ആ കേസിലുണ്ടായിരുന്നു. ഒക്കെ മറികടന്ന് പ്രതിയുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചു. തെളിവുകളുടെ അഭാവമൊന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ ഈ ഒരു സ്റ്റേ ഓർഡർ അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഓർഡർ മാത്രമായിട്ടാണ് കണക്കാക്കാവുന്നത്.